അമ്മാബാദ്. ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഞാനൊരു കോടീശ്വരനായാൽ, അല്ലെങ്കിൽ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ സ്വർണം എനിക്ക് ലഭിച്ചാൽ, അല്ലെങ്കിൽ ആ സമ്മാനം എനിക്ക് ലഭിച്ചാൽ, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, വീട് വെക്കും, കാറ് വാങ്ങും, അല്ലേ? അങ്ങനെ പലവിധ ആഗ്രഹങ്ങളും പറയാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, ഉഹദ് പർവ്വതത്തിൻ്റെ അത്ര സ്വർണം എൻ്റെ പക്കൽ ലഭിച്ചു എന്ന് വെക്കുക. എന്നാലും ആ സ്വർണം എൻ്റെ അടുക്കൽ ഏറിക്കഴിഞ്ഞാൽ ഒരു 3 ദിവസമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും? കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തീർക്കും. ബാക്കിയുള്ളത് മുഴുവനും പാവങ്ങൾക്ക് ഞാൻ ദാനം ചെയ്യും. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ ആ വ്യവഹാര മനസ്സ്, അതിൻ്റെ ആ വിശാലത എത്രയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലേ? മറ്റൊന്നുകൂടിയുണ്ട്. ഔദാര്യം നൽകുക എന്ന ഒരു നന്മ അതിലുണ്ട്. അതിൻ്റെ പുറമെ ഈ ഭൗതിക ലോകത്തിൽ സമ്പാദിക്കുന്നതിനോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനവും അതിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഒരിക്കൽ ഹക്കീം എന്ന് പറയുന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദാനം ആവശ്യപ്പെട്ടു. അവിടുന്ന് കൊടുത്തു. വീണ്ടും അദ്ദേഹം ചോദിച്ചു. വീണ്ടും ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തിന് ദാനം നൽകി. ഒടുവിൽ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഹക്കീമെ, ഇന്ന ദുന്യ ഖളിറത്തുൻ വഹൽവ ഔ കമാ ഖാൽ. സുദീർഘമായ ഹദീസിൽ പറയുന്നു, ഈ സമ്പാദ്യം മുതൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മധുരമുള്ളതാണ്, ഹരിതാഭവുമാണ്. എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാം, അനുഭവിക്കാനും നല്ല രസമാണ്. പക്ഷെ സമ്പാദ്യം കിട്ടുമ്പോൾ അത് ഔദാര്യ മനസ്സോടുകൂടെ സ്വീകരിക്കുകയാണ് എങ്കിൽ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും. അതേസമയം കുറേ പൈസ, കുറേ സമ്പത്ത് ലഭിക്കുമ്പോൾ ഒരു പോരിമ, ഭൗതികതയോടുള്ള അതിരറ്റ പ്രണയം, ഇതൊക്കെയാണ് അതുമൂലം ഉണ്ടാകുന്നതെങ്കിൽ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യുകയില്ല, അനുഗ്രഹം ചെയ്യുകയില്ല. നമ്മളുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറയുന്നില്ല എന്നതുപോലെയായിരിക്കും അവൻ്റെ അവസ്ഥ. ലാസ്റ്റ് പറഞ്ഞത്, സ്വീകരിക്കുന്ന കയ്യിനേക്കാൾ ഉത്തമം ഏത് കൈയാണ്? നൽകുന്ന കൈയാണ്. മാഷാ അല്ലാഹ്. മറ്റൊരു സംഭവം, അസുർ നിസ്കാരം കഴിഞ്ഞ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഉടനെ തന്നെ പ്രവാചകൻ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിന്നിലുണ്ടായിരുന്ന സൊഫുകളൊക്കെ ഭേദിച്ച് അതിവേഗമുള്ള പ്രവാചകന്റെ ഈ പോക്ക് സഹാബികളെ ആകെ ആശ്ചര്യപ്പെടുത്തുകയാണ്. മടങ്ങി വന്ന് ആ പോക്കിന്റെ രഹസ്യം പറയുകയാണ്. എൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണക്കട്ടി, അതിനെ വിതരണം ചെയ്യാൻ ഏൽപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു. മാഷാ അല്ലാഹ്.